ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉപയോഗിച്ച് സക്സസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൂവൺ ട്രിക്കാണിത്. ഈ ട്രിക്കിലൂടെയും അവരവരുടെ ഷോർട്ട് വീഡിയോസ് വൈറലാക്കാറുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ കുറേ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസിനൊന്നും ലക്ഷങ്ങളിലേക്ക് വ്യൂസ് കയറുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിന് വളരെ നന്നായി വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഈ വീഡിയോയിലൂടെ ഞാനൊരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് സക്സസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൂവൺ ട്രിക്കാണിത്. ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങളിൽ നിന്നല്ല, നിങ്ങൾക്ക് മില്യൺസിൽ വ്യൂസ് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ മിക്ക ക്രിയേറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക, നിങ്ങൾ ഹൈ ക്വാളിറ്റി വീഡിയോസ് ഇടുക, അതുപോലെ നിങ്ങൾ ട്രെൻഡിങ് മ്യൂസിക്കിൽ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ മിക്ക ക്രിയേറ്റേഴ്സും പറയാറുമുണ്ട്, ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളിൽ പലരും ഇത് ചെയ്യാറുകൊണ്ടായിരിക്കാം. ഇത് ശരിയായ കാര്യവുമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് പോലും നിങ്ങളിൽ പലരുടെയും ഷോർട്ട് വീഡിയോസിന് വേണ്ടത്ര വ്യൂസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ട്രിക്കുണ്ട്. ഇതിനെയാണ് ലൂപ്പിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉപയോഗിച്ച് അവർക്ക് സക്സസ് കിട്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അവരൊക്കെ അവരുടെ ഷോർട്ട് വീഡിയോസിനെ ഈ ട്രിക്കിലൂടെ, ഈ ലൂപ്പിംഗ് ട്രിക്കിലൂടെ വൈറലാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ഈ ഒരു ലൂപ്പിംഗ് ട്രിക്ക് ഇനി മുതൽ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിനെ വൈറലാക്കാവുന്നതാണ്. ഇനി ഇവിടെ ചോദ്യം വരുന്നത്, എന്താണ് ഈ ലൂപ്പിംഗ് ട്രിക്ക്? ഈ ലൂപ്പിംഗ് ട്രിക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഇതിനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ ലൂപ്പിംഗ് ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം ഈ ഷോർട്ട് വീഡിയോയിൽ നോക്കുന്നത് ഇതിൻ്റെ റീവാച്ചബിലിറ്റി പോസിബിലിറ്റി എത്രയാണ്. അതായത് ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ ഷോർട്ട് വീഡിയോ കാണാനുള്ള ആ ഒരു പോസിബിലിറ്റി എത്രയാണ്. അതുമല്ലെങ്കിൽ ഈ ഷോർട്ട് വീഡിയോയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം ആളുകൾ ചില സമയത്ത് ബാക്ക് അടിച്ച് വീണ്ടും വീണ്ടും കാണാറുണ്ട്. അതിനുള്ള പോസിബിലിറ്റി എത്രയാണ്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവും, ഇതിൻ്റെ റീവാച്ചബിലിറ്റി പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഒരാൾ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് 100%. പക്ഷേ ഇവരിതിനെ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഇവിടെ 100-ലും കൂടും. അത് 150%, 200%, 300% ഒക്കെ ആയിട്ട് അത് കയറി പോകാറുണ്ട്. അതായത് ഡബിൾ, ട്രിപ്പിൾ, 4 ടൈംസ് ഒക്കെ ആയിട്ട് ഈ ഓഡിയൻസ് റിട്ടൻഷൻ കയറി പോകാറുണ്ട്. ഇങ്ങനെ ഓഡിയൻസ് റിട്ടൻഷൻ ഇവിടെ കൂടുകയാണെങ്കിൽ, അതായത് നമ്മുടെ റീവാച്ചബിലിറ്റി ഇവിടെ കൂടി കിട്ടുകയാണെങ്കിൽ, നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ അത് ഏത് തരത്തിലുള്ള ഷോർട്ട് വീഡിയോയും ആയിക്കോട്ടെ, പക്ഷേ ഈ ഷോർട്ട് വീഡിയോ യൂട്യൂബ് അൽഗോരിതം ഒരുപാട് ഇഷ്ടപ്പെടും. ഷോർട്ട് വീഡിയോ യൂട്യൂബ് അൽഗോരിതം വൈറലാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ലൂപ്പിംഗ് ട്രിക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ലൂപ്പിംഗ് ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ ആളുകൾ കാണുമ്പോൾ അവർ 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടതിന് ശേഷമായിരിക്കണം അവർക്ക് മനസ്സിലാവേണ്ടത്, അയ്യോ ഇത് റിപ്പീറ്റ് അടിച്ച് കാണുകയാണല്ലോ. അവർക്കത് മനസ്സിലാവുമ്പോഴേക്കും നമ്മുടെ ഈ ഓഡിയൻസ് റിട്ടൻഷൻ ഓൾറെഡി ഡബിൾ, ട്രിപ്പിൾ ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒന്ന് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന മ്യൂസിക്കിലും ഇത് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഒരു ഷോർട്ട് വീഡിയോ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ആയി എൻഡിൽ വന്നതിന് ശേഷം ആ എൻഡ് പാർട്ടും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പാർട്ടുമായിട്ട്, എൻഡിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക് വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഒരു ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവത്തില്ല അത് റിപ്പീറ്റ് ആയിരിക്കുകയാണെന്ന്. 2-3 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻഡിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പാർട്ട് ഇതേപോലെ കാണിച്ചിട്ട് നമ്മളങ്ങനെ ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻഡ് പാർട്ട് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഫോൺ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂറ്റി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് വീഡിയോ ചെയ്യുന്നോ അതിലൊരു കണ്ടിന്യൂറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ലൂപ്പിൽ വരും. ആ ഷോർട്ട് വീഡിയോ ലൂപ്പിൽ കയറി 2-3 പ്രാവശ്യം ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഓടിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പാട്ടുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരുപാട് പാട്ടുകളുണ്ട്. ആദ്യത്തെ 5, 6, 7 ലൈൻ കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലൈൻ തന്നെ റിപ്പീറ്റ് ആവുന്ന രീതിയിലുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, മ്യൂസിക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ ഈ റിപ്പീറ്റ് ആവുന്നതിന് മുമ്പുള്ള ലൈൻസ് മാത്രം നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോയും റിപ്പീറ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് പാട്ട് കഴിഞ്ഞാൽ അടുത്തത് ഈ വീണ്ടും റിപ്പീറ്റ് ആവേണ്ട ലൈനാണ്. അത് സ്റ്റാർട്ടിങ്ങിലൂടെ വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. ആളുകൾക്ക് തോന്നും ഇത് കണ്ടിന്യൂസ്ലി ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നലായിരിക്കും. അവർ 2-3 പ്രാവശ്യം ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടെന്ന് വരാം. ഇതും ലൂപ്പിംഗ് ട്രിക്ക് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ സ്ക്രിപ്റ്റ്, ഈ ലൂപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാവുന്നതാണ്. വേണ്ട രീതിയിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ നിങ്ങൾക്ക് ഈ ലൂപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് പാർട്ടും എൻഡിങ് പാർട്ടുമായി നല്ല ഒരു ക്ലോണിംഗ് ഉണ്ടായിരിക്കണം. ഓഡിയൻസ് നിങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ 2-3 പ്രാവശ്യം കണ്ടതിന് ശേഷമേ അവർക്ക് മനസ്സിലാവും
മനസ്സിലാകാവൂ അവരിത് റിപ്പീറ്റ് അടിച്ച് കാണുകയാണെന്ന്. ഇതേ രീതിയിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കുറേ നാളൊന്ന് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് വൈറലാകാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.